എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പാരസിറ്റമോൾ പനിക്ക് കഴിക്കുന്ന ഏറ്റവും അശാസ്ത്രീയവും അപകടകാരിയുമായ മരുന്നായി മാറുന്നത് എന്തുകൊണ്ട് എന്ന വിഷയമാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പാരസിറ്റമോളിൻ്റെ പാർശ്വഫലത്തെക്കുറിച്ചല്ല, മറിച്ച് പനിയുടെയും പാരസിറ്റമോളിൻ്റെയും അടിസ്ഥാനപരമായ പ്രവർത്തനത്തിൽ ഉള്ള വൈരുദ്ധ്യത്തെക്കുറിച്ചാണ്. ഇന്ന് പ്രധാനമായും വേൾഡ് ജേണൽ ഓഫ് ബയോളജി, ഫാർമസി ആൻഡ് ഹെൽത്ത് സയൻസസ് എന്ന ജേണലിൽ പാരസിറ്റമോൾ ഈസ് ദി മോസ്റ്റ് അൺസയൻറ്റിഫിക് ആൻഡ് ഡേഞ്ചറസ് ഡ്രഗ് ഫോർ ഫീവർ. എനിവൺ ക്യാൻ ക്രിയേറ്റ് എ ഫീവർ വിത്തിൻ അവേഴ്സ് യൂസിങ് ആൻറ്റിപൈററ്റിക് ഒബ്ജക്ട്സ് എന്ന ലേഖനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇത് 11 പേജ് വരുന്ന ഒരു ലേഖനമാണ്. 4-5 വീഡിയോകളിൽ കൂടെ കുറേശ്ശെയായിട്ട് നിങ്ങൾക്ക് ഇതിലെ വിവിധ വശങ്ങൾ വിവരിച്ചു തരാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വിമർശനവും ഉന്നയിക്കാവുന്നതാണ്. ഏതാനും വർഷം മുമ്പ് പാരസിറ്റമോളിൻ്റെ ഡോസേജ് 400 mg ആയിരുന്നു. പിന്നീട് അത് 500 mg മാറ്റി, പിന്നെ 650 mg മാറ്റി, ഇപ്പോൾ അത് 1000 mg മാറ്റിയിരിക്കുകയാണ്. ഇത് കഴിച്ചിട്ടും ജനങ്ങൾക്കിടെ പനിക്ക് യാതൊരു കുറവുമില്ല. അതിന് അടിസ്ഥാനപരമായ കാരണം എന്താണ്? പനി അല്ലെങ്കിൽ പനിയുടെ ചൂടും പാരസിറ്റമോളിൻ്റെ പ്രവർത്തനവും തമ്മിലുള്ള വൈരുദ്ധ്യം തിരിച്ചറിയാൻ കഴിയാത്തതാണ്. ആ വൈരുദ്ധ്യമാണ് ഇന്ന് ലോകത്തെമ്പാടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാം ചോദിക്കേണ്ട ആദ്യത്തെ ചോദ്യം, ഒരു പനി ഉണ്ടാക്കാൻ എന്തെല്ലാം വേണം? അതറിയുന്നവർ മാത്രമേ ഒരു പനി മാറ്റാൻ എന്തെല്ലാം വേണമെന്ന് അറിയുകയുള്ളൂ. പനി ഉണ്ടാക്കാൻ ആകെ വേണ്ടത് ചൂട് കുറയ്ക്കുന്ന വസ്തുക്കളാണ്, അതായത് ആൻറ്റിപൈററ്റിക് വസ്തുക്കളാണ്. ചൂട് കുറയ്ക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് ആർക്കും എപ്പോൾ വേണമെങ്കിലും പനി ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അതായത് തണുത്ത വെള്ളം, പാരസിറ്റമോൾ എന്നിവ ഉപയോഗിച്ച് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പനി ഉണ്ടാക്കാൻ കഴിയും. ഇന്ന് പനി ഉണ്ടാക്കുന്ന വസ്തുക്കൾ തന്നെ ഉപയോഗിച്ച് പനി മാറ്റാമെന്നാണ് ആധുനിക ശാസ്ത്രം എന്ന രീതിയിൽ ജനത്തെ പഠിപ്പിക്കുന്നത്. അതിന് സമാനമായോ ശാസ്ത്രമോ സാങ്കേതിക വിദ്യയോ ലോകത്തെവിടെയും നിലവിലില്ല. പിന്നെ എങ്ങനെ പനിയിൽ മാത്രം ഉണ്ടാവുക? പാരസിറ്റമോൾ മേ കോസ് ഫീവർ. പാരസിറ്റമോൾ പനിക്ക് കാരണമാകുന്നു എന്നാണ് വൈദ്യ ബുക്കുകളിൽ പറയുന്നത്. നിങ്ങൾക്കറിയാം, ഒരേ സമയം ഒരു മരുന്ന് പനി മാറ്റുകയും പനി ഉണ്ടാക്കുകയും ചെയ്യില്ല. അതിന് സമാനമായ ശാസ്ത്രമോ സാങ്കേതിക വിദ്യയോ ലോകത്തെവിടെയും നിലവിലില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പാരസിറ്റമോൾ പനി മാറ്റുന്ന മരുന്നല്ലേ എന്ന്. മെഡിക്കൽ ബുക്കിൽ പറയുന്നത് പാരസിറ്റമോൾ ചൂട് കുറയ്ക്കുന്ന മരുന്ന് എന്നാണ്, പനി മാറ്റുന്ന മരുന്ന് എന്നല്ല. പനി എന്നത് ചൂട് കൂടുന്നതല്ല. ചൂട് കൂടുന്നത് ഹൈപ്പർ തെർമിയാണ്. രണ്ടിൻ്റെയും ലക്ഷണങ്ങളും അടയാളങ്ങളും സൂചനകളും പ്രവർത്തനങ്ങളും പരസ്പരം എതിരാണ്. പനി ഉണ്ടാക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് പനിയുടെ എതിർ സ്വഭാവമുള്ള ഹൈപ്പർ തെർമി ഉണ്ടാക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഹൈപ്പർ തെർമി ഉണ്ടാക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് പനി ഉണ്ടാക്കാനും കഴിയില്ല. എന്നാൽ ഹൈപ്പർ തെർമിയുടെ പരിശോധനയും ചികിത്സയുമാണ് ഇന്ന് പനിക്ക് ചെയ്യുന്നത്. പനിക്കുമ്പോൾ എന്തുകൊണ്ട് ഹൈപ്പർ തെർമിയയുടെ ലക്ഷണങ്ങൾ ശരീരം കാണിക്കുന്നില്ല? പനിയുടെ ലക്ഷണങ്ങൾ ഹൈപ്പർ തെർമിയയ്ക്ക് കാണിച്ചാലും ഹൈപ്പർ തെർമിയയുടെ ലക്ഷണങ്ങൾ പനിക്ക് കാണിച്ചാലും അത് രോഗം കൂട്ടാനും മരണം ഉണ്ടാക്കാനും കാരണമാകും. അതുകൊണ്ടാണ് നമ്മുടെ പ്രതിരോധ സംവിധാനം തന്നെ രണ്ടിനും 2 സ്വഭാവങ്ങൾ കാണിക്കുന്നത്. ഇത് തിരിച്ചറിയാതെ ലോകത്തെമ്പാടും ഇന്ന് താപനില കൂടിയാൽ ഉണ്ടാകുന്ന ഹൈപ്പർ തെർമിയയുടെ പരിശോധനയും ചികിത്സയുമാണ് പനിക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആളുകൾ പനി ചികിത്സ മൂലം മരിക്കേണ്ടി വരുന്നത്. പനിയുള്ളപ്പോൾ
അല്ലെങ്കിൽ ശരീരത്തിൽ നീർക്കെട്ട് കൂടിയാൽ ശരീരം ആ നീർക്കെട്ടിനെ കുറയ്ക്കാനും രക്തപ്രവാഹം കൂട്ടാനും വേണ്ടി പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന ചൂടുണ്ടാക്കുന്ന ഒരു വസ്തുവിനെ ഉണ്ടാക്കും. പനിയുള്ളപ്പോൾ ഇത് ശരീരത്തിൽ ധാരാളമായി കാണാൻ സാധിക്കും. ഇതാണ് പനി ഉണ്ടാക്കുന്നതെന്ന് ആധുനിക ശാസ്ത്രം തെറ്റിദ്ധരിച്ച് ഈ ചൂടുണ്ടാക്കുന്ന വസ്തുവായ പ്രോസ്റ്റാഗ്ലാൻഡിൻ E2 ഇല്ലാതാക്കുന്ന പാരസിറ്റമോൾ പനിക്ക് നൽകുന്നു. ഫലമോ ചൂട് കുറയും, പക്ഷേ പനി മാറില്ല. കാരണം പനി എന്നത് ചൂടുള്ള വസ്തുക്കളെ കൊണ്ട് ഉണ്ടാക്കിയതല്ല, ചൂട് കളയുന്ന വസ്തുക്കൾ മൂലം ശരീരം ഉണ്ടാക്കിയതാണ്. പനി ഉണ്ടാക്കാൻ ആകെ വേണ്ടത് ചൂട് കുറയ്ക്കുന്ന വസ്തുക്കളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ചൂട് കൂട്ടുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് ഒരാളിലും പനി ഉണ്ടാക്കാൻ കഴിയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. എപ്പോഴാണ് പനി കൂടുന്നത്? ഒന്നല്ലെങ്കിൽ തണുപ്പ് വരുമ്പോൾ, അല്ലെങ്കിൽ ജലദോഷം വരുമ്പോൾ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നീർക്കെട്ട് കൂടുന്ന അസുഖങ്ങൾ വരുമ്പോൾ. ആദ്യം ഉണ്ടാകുന്നത് നീർക്കെട്ട് കൂടുക. ഏതെങ്കിലും രോഗകാരണം മൂലം നീർക്കെട്ട് കൂടുമ്പോൾ ശരീരത്തിൽ രക്തപ്രവാഹം കുറയും. അപ്പോൾ നമ്മുടെ പ്രതിരോധ സംവിധാനം രക്തപ്രവാഹം കൂട്ടാൻ വേണ്ടി ചൂടുള്ള ചില വസ്തുക്കളെ ഉണ്ടാക്കും. അതുമാത്രമല്ല കേട്ടോ, മറ്റു പല പ്രവർത്തികളും ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് പ്രോസ്റ്റാഗ്ലാൻഡിൻ E2 എന്ന വസ്തു. ഇത് ചൂടുണ്ടാക്കുന്നതും നീർക്കെട്ട് കുറയ്ക്കുന്നതുമായ വസ്തുവാണ്. എന്നാൽ വൈദ്യശാസ്ത്രത്തിലുള്ളവർ ഇത് പനി ഉണ്ടാക്കുന്ന വസ്തുവാണെന്ന് തെറ്റിദ്ധരിച്ച് ഇതിനെ കുറയ്ക്കുന്ന പാരസിറ്റമോളാണ് നൽകുന്നത്. ഈ നീർക്കെട്ടിനെ കൂട്ടുന്ന മരുന്നാണ് പാരസിറ്റമോൾ. അത് പലതരത്തിലാണ് നീർക്കെട്ടിനെ കൂട്ടുന്നത്. ഒന്ന് പ്രോസ്റ്റാഗ്ലാൻഡിൻ്റെ അളവ് കുറയ്ക്കുന്നു, മറ്റൊന്ന് ഗ്ലൂട്ടാത്തിയോൺ എന്നൊരു വസ്തുവുണ്ട്, അതിൻ്റെ അളവ് കുറയ്ക്കുന്നു. ഫലമോ ശരീരത്തിൽ നീർക്കെട്ട് കൂടും, രക്തപ്രവാഹം കുറയും, മരണം വരെ ഉണ്ടാകും. ഏറ്റവും അധികം മരണമുണ്ടാകുന്നത് ശ്വാസകോശത്തിലെ നീർക്കെട്ട് മൂലമാണ്. ഒരു ശാസ്ത്രം ശരിയാണോ എന്ന് തീരുമാനിക്കുന്നത് അത് പുനഃസൃഷ്ടിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. താപനില കുറയ്ക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് പനി ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ടാണ് വൈദ്യശാസ്ത്ര പുസ്തകങ്ങളിൽ പാരസിറ്റമോൾ പനിക്ക് കാരണമാകും എന്ന് പറയുന്നത്. പനിക്ക് കാരണമാകുമെന്ന് പറയുമ്പോൾ അത് നീർക്കെട്ട് കൂട്ടണം. അത് നീർക്കെട്ട് കൂട്ടണമെങ്കിൽ അവിടെ രോഗമുണ്ടാകണം. അപ്പോൾ രോഗമുണ്ടാക്കുന്ന ഒരു മരുന്നായി പാരസിറ്റമോൾ മാറുകയാണ് ചെയ്യുന്നത്. പനിയും ഹൈപ്പർതെർമിയും പനിയുടെ ചൂടും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ കഴിയാത്തവർ ചൂട് കുറഞ്ഞാൽ പനി മാറിയതായി തെറ്റിദ്ധരിക്കുന്നു. അവർ പറയുന്നത് പാരസെറ്റമോൾ കഴിച്ചു, ഞങ്ങളുടെ പനി മാറിയെന്നാണ്. എന്നാൽ ചൂട് കുറയ്ക്കുന്ന മരുന്നുകൾ നീർക്കെട്ട് കൂട്ടുന്നു, അണുബാധ കൂട്ടുന്നു, മരണം വരെ ഉണ്ടാക്കുമെന്ന് ആധുനിക ശാസ്ത്രത്തിലെ എല്ലാവിധ വൈദ്യ ബുക്കുകളിലും പറയുന്ന കാര്യമാണ്. ഇത് തിരിച്ചറിയാൻ കഴിയാതെ ചൂട് കുറയ്ക്കുന്ന ആൻറ്റിപൈററ്റീവ് മരുന്നായ പാരസിറ്റമോളും വെള്ളവും ഉപയോഗിച്ച് ജനങ്ങളുടെ ചൂട് കുറയ്ക്കുന്നു. ഫലമോ അവരുടെ ശരീരത്തിൽ നീർക്കെട്ട് കൂടുന്നു, അണുബാധ കൂടുന്നു, മരണം കൂടുന്നു. ഇതൊന്നും ജനത്തിന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. പാവം ജനത്തെ ഇവിടെ ബോധവൽക്കരിക്കാനും ആരും തയ്യാറുമല്ല. അതുപോലെ തന്നെ പനിക്ക് വ്യക്തമായ നിർവചനവും വൈദ്യശാസ്ത്ര പുസ്തകങ്ങളിൽ കാണുന്നില്ല. പനിയുടെ ചൂട് എന്തിനാണെന്ന് അറിയില്ലെന്നാണ് വൈദ്യശാസ്ത്രത്തിൽ പറയുന്നത്. അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി ന്യൂറൽ ബേസിസ് ഓഫ് തെർമോ റെഗുലേഷൻ ഫീവർ ഇസ് സ്റ്റിൽ റൂഡിമെൻ്ററി എന്നാണ് വൈദ്യ ബുക്കുകളിൽ പറയുന്നത്. അതായത് പ്രാഥമിക അറിവ് പോലുമില്ലാതെയാണ് ഇവർ പനിക്ക് ചികിത്സിക്കുന്നത്. ഈ പ്രാഥമിക അറിവില്ലാത്തവർ പാരസിറ്റമോൾ നൽകാതെ പിന്നെ എന്താണ് അവർക്ക് ചെയ്യാൻ കഴിയുക? അതുതന്നെയാണ് അവർ ചെയ്യുന്നതും. മരണം കൂടുന്നതിനുള്ള കാരണവും അതുതന്നെയാണ്. ചൂട് കൂടുന്നതാണ് പനിയെന്ന് തെറ്റിദ്ധരിച്ച ജനങ്ങൾ ചൂട് കുറച്ചാൽ പനി മാറുമെന്ന് കരുതുകയും പാരസിറ്റമോൾ കഴിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ആരെങ്കിലും പനി പരിശോധിക്കുന്ന ഏതെങ്കിലും പരിശോധനയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ട്, തെർമോമീറ്റർ ഉപയോഗിച്ച് പനി പരിശോധിക്കുന്നു അല്ലേ?
താപനില 38 ഡിഗ്രി സെൽഷ്യസിൽ കൂടിയാൽ പനിയായിട്ടാണ് ഭൂരിഭാഗം ഡോക്ടർമാരും രോഗികളും കണക്കാക്കുന്നത്. പനി കണക്കാക്കുന്ന വേറൊരു പരിശോധനയും സാധാരണക്കാരും കേട്ടിട്ടില്ല. ഇതുപയോഗിച്ച് പനി കണക്കാക്കാൻ പറ്റുമോ? ഇതുപയോഗിച്ച് പനി കണക്കാക്കാൻ കഴിയില്ല. തെർമോമീറ്റർ ഉപയോഗിച്ച് പനി കണക്കാക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തുപയോഗിച്ചാണ് പനി കണക്കാക്കേണ്ടത്? തെർമോമീറ്റർ ഉപയോഗിച്ച് താപനിലയാണ് നോക്കുന്നത്. 38 ഡിഗ്രി സെൽഷ്യസ് എന്നാൽ 100 ഡിഗ്രി ഫാരൻഹീറ്റാണ്. അതിൽ കൂടിയ താപനിലയാണ് ഇന്ന് പനിയായിട്ട് വൈദ്യശാസ്ത്രവും ജനങ്ങളും കണക്കാക്കുന്നത്. എന്നാൽ ഇതേ താപനില തന്നെയാണ് പനിയുടെ എതിർ സ്വഭാവമുള്ള ഹൈപ്പർ തെർമിയ കണക്കാക്കാനും ഉപയോഗിക്കുന്നത്. പനിക്ക് മാത്രമായി ഇന്നൊരു പരിശോധന നിലവിലില്ല. എതിരായിട്ടുള്ള ഒരു വസ്തുവിന് ഒരിക്കലും ഒരേ പരിശോധന നടത്താൻ കഴിയില്ല. പനിക്ക് ഹൈപ്പർ തെർമിയയുടെ പരിശോധന നടത്താൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തായിരിക്കണം പനിയുടെ പരിശോധന? പനിയുള്ളപ്പോൾ മാത്രം ഉണ്ടാകുന്ന കാര്യങ്ങൾ പരിശോധിച്ചാണ് പനി തീരുമാനിക്കേണ്ടത്. അത്തരൊരു പരിശോധന ഇന്ന് നിലവിലില്ല. 2023 ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്സിൽ ഞാൻ അവതരിപ്പിച്ചൊരു പേപ്പർ തന്നെ അതായിരുന്നു. സാധാരണ ജനങ്ങൾ അവരുടെ അനുഭവത്തിൽ പാരസെറ്റമോൾ കഴിച്ച് പനി മാറുമെന്ന് പറയുമ്പോൾ വൈദ്യശാസ്ത്രത്തിൽ ഇതേക്കുറിച്ച് ധാരാളം ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട്. ICUവിലൊക്കെ അതിൽ നടത്തിയ പഠനപ്രകാരം ICUവിൽ പോലും പാരസെറ്റമോളിൻ്റെ ഉപയോഗം രോഗമോ രോഗകാരണമോ രോഗലക്ഷണമോ ഒന്നും കുറയ്ക്കുന്നതായി കാണുന്നില്ല എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇതെല്ലാം മറച്ചു വെച്ചാണ് ഈ രോഗികൾക്ക് ദിനം പ്രതി പാരസെറ്റമോൾ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അപകടം എത്രയാണെന്ന് അറിയാമോ? അമേരിക്കയിൽ ഏറ്റവും അധികം കിഡ്നി മാറ്റിവെക്കൽ നടക്കുന്നതിന് കാരണം പാരസെറ്റമോളാണെന്ന് അവിടുത്തെ പഠന റിപ്പോർട്ടുകൾ പറയുന്നു. കേരളത്തിലും ഇപ്പോൾ കിഡ്നി മാറ്റിവെക്കൽ കൂടിക്കൂടി വരികയാണ്. അതിൽ പ്രധാന വില്ലൻ പാരസെറ്റമോൾ തന്നെയാകും. ഇവിടെ ഇതേക്കുറിച്ചൊന്നും പഠനം നടത്തുന്നില്ല. ഒരു പഠനവും നടത്താതെ പാരസെറ്റമോളിൻ്റെ ശരിയായ പ്രവർത്തനം അറിയാതെ, ഗ്ലൂട്ടാത്തിയോണിൻ്റെ ശരിയായ പ്രവർത്തനങ്ങൾ അറിയാതെ, അല്ലെങ്കിൽ പ്രോസ്റ്റാഗ്ലാൻഡിൻ്റെ ശരിയായ പ്രവർത്തനം അറിയാതെ പാരസെറ്റമോൾ നൽകുന്ന രീതിയാണ് ഇവിടെ നിലവിലുള്ളത്. ഇത്രയും അശാസ്ത്രീയമായ ഒരു ചികിത്സാരീതി ലോകത്തുണ്ടാവില്ല. 2024 ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്സിൽ ഈ പേപ്പറും കൂടാതെ ദി ഡെഫിനിഷൻ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് യുവർ എഗെയിൻസ്റ്റ് ദി മോഡേൺ സയൻസ് ഇൻ ദി വേൾഡ് ടുഡേ വൈ എന്ന പേപ്പറും തിരഞ്ഞെടുത്തിരുന്നു. എന്നാൽ ചില സാങ്കേതിക കാരണം കൊണ്ട് ഈ ജനുവരിയിൽ നടക്കേണ്ട ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് നീട്ടിവെച്ചിരിക്കുകയാണ്. ഞാനീ പറയുന്നത് നിരവധി ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ നേരിട്ടും അല്ലാതെയും ഞാൻ അവതരിപ്പിച്ച കണ്ടെത്തലാണ്. ലോകത്തെമ്പാടും 900-ലധികം ഇൻ്റർനാഷണൽ കോൺഫറൻസിലേക്ക് എൻ്റെ പേപ്പറുകൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. 11 മെഡിക്കൽ ജേണലിൽ ഞാൻ ലേഖനം എഴുതിയിട്ടുണ്ട്. ഇതുകൂടാതെ പനിയെക്കുറിച്ച് ഞാൻ 3 പുസ്തകം എഴുതിയിട്ടുണ്ട്. മെഡിക്കൽ സയൻസിന് വെല്ലുവിളി ഉയർത്തുന്ന ധാരാളം ലേഖനങ്ങളാണ് ഞാൻ എഴുതിയേക്കുന്നത്. ലോകത്തെമ്പാടും അത് ചർച്ച ചെയ്യുന്നുമുണ്ട്. നിങ്ങൾ ഗൂഗിളിൽ പോയി യാക്കോബ് മത്തായി അതുപോലെ തന്നെ KM യാക്കോബ് എന്ന് സെർച്ച് ചെയ്താൽ ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ അത് കോടതിയുടെ മുന്നിലേക്കും നമ്മൾ എത്തിക്കുന്നുണ്ട്. എന്തായാലും അധികം വൈകാതെ തന്നെ പനിക്ക് പാരസെറ്റമോൾ നൽകുന്നത് നിരോധിക്കേണ്ടി വരും. ഇത് പൂർണ്ണമായി കേട്ടാൽ നിങ്ങൾ പനി എന്താണെന്ന് തിരിച്ചറിയും. ഒരു കാരണവശാലും പനിക്ക് പാരസെറ്റമോൾ കഴിക്കുകയുമില്ല. പകരം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. നിങ്ങൾ വിദ്യ കൊണ്ടും അറിവ് കൊണ്ടും സ്വതന്ത്രരായാൽ നിങ്ങളെ ആർക്കും ചൂഷണം ചെയ്യാൻ സാധിക്കില്ല. തുടർന്ന് വരുന്ന എപ്പിസോഡുകളിൽ നിങ്ങൾ എന്താണ് പനിയെക്കുറിച്ച് അല്ലെങ്കിൽ പാരസെറ്റമോളിനെ കുറിച്ച് ചോദിക്കാൻ ആഗ്രഹിച്ചത് അതിനെല്ലാം ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുവരെ തൽക്കാലം വിടാം.